ഹായ് എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് പെട്ടെന്നൊരു റിപ്ലൈയും തരുന്നുണ്ടാവില്ല. കുറേ പേര് അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ മെസ്സേജ് അയച്ചിട്ടും പിന്നെ കുറേ സമയം കഴിഞ്ഞ് ചിലപ്പോൾ അവർ ഓൺലൈനിൽ വന്നാൽ പോലും റിപ്ലൈ തരില്ല എന്നുള്ളതാണ് സാരം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് അവർ നിങ്ങൾക്കൊരു പെട്ടെന്ന് ഒരു റിപ്ലൈയും കാര്യങ്ങളൊന്നും തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്വിക്ക് റിപ്ലൈ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞു നോക്കുക, അതായത് എൻ്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്, പക്ഷേ നിന്നോടത് പറയണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാനുള്ളത്. അതായത് പറയണോ വേണ്ടേ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു നോക്കാം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ഉള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. എന്തായിരിക്കും കാര്യം, എന്താണ് പറയണോ വേണ്ടെന്നൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ പിന്നെ അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാനുള്ള ഒരു ആഗ്രഹവും ടെൻഡൻസിയും ഇൻട്രസ്റ്റും ഒക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അവരോട് പറയാം. എപ്പോഴും പറയാന്നുള്ളതല്ല കേട്ടോ. എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രസം പോവും. അതായത് അങ്ങനെ ആകുമ്പോൾ ഒരു മെസ്സേജ് അങ്ങനെ അയക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കാം. പറയേണ്ടത് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. എൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യമുണ്ട്, പക്ഷെ അത് നിന്നോട് പറയണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിലാണ്. അതിനെ പറയണോ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും കുറേ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊരു മെസ്സേജും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, രണ്ടാമതായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിന്നെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത് പറയാം. അപ്പോൾ അവർക്ക് എന്നെ ഫീൽ ചെയ്യും അവരെന്തോ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത്. എന്നെക്കുറിച്ച് ഇനിയും മനസ്സിലാവാത്ത കാര്യങ്ങളോ എന്താ ഉദ്ദേശിക്കണത് എന്നുള്ള രീതിയിലൊക്കെ അവർ ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പോഴും അവരൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുക. എന്താണ് കാര്യം, എന്നെക്കുറിച്ച് എന്ത് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ എന്താണ് ഇവർക്ക് ഇതുവരെ പിടികിട്ടാത്ത കാര്യം, ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും അവരെക്കുറിച്ച് വിശദീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് എന്താണ് അറിയാത്തത്, എന്താണ് സംശയമുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാനായിട്ട് താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങോട്ട് കുറേ മെസ്സേജ് അയക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരിങ്ങനെ ഓരോ പ്രാവശ്യം മെസ്സേജ് അയക്കുമ്പോഴും പിന്നീട് നിങ്ങളാണ് അവരെ ആ മെസ്സേജിൽ ഇങ്ങനെ നിർത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കണം. നമ്മളിപ്പോൾ നിങ്ങൾക്കൊരു വഴി ഇട്ട് തരുന്ന മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് നിങ്ങൾ തുടങ്ങുക എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് അവരെ കുറേ മെസ്സേജ് അയപ്പിക്കാനായിട്ട്, അതായത് മീൻസ് അതിനൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് അവരോട് മെസ്സേജ് അയക്കാം എന്നുള്ളതാണ്. അതായത് നിന്നെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടിയിട്ടില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത നിന്റെ കുറേ സ്വഭാവങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം എന്നുള്ളതാണ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ സംഭവിക്കുകയോ, ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാനുള്ള ഒരു വിഷയം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് അവരിങ്ങോട്ട് സംസാരിക്കണം, വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നീ വിധിയിൽ വിശ്വസിക്കുന്നുണ്ടോ, അതോ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന യാദൃശ്ചികമായിട്ട് വരുന്ന ഭാഗ്യത്തിലാണോ നിനക്ക് വിശ്വാസമുള്ളത്, ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അയ്യോ ഇതൊക്കെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവരോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ ലൈഫിനെ കുറിച്ച് അവർക്കുള്ള കുറേ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ഒക്കെ അവർ പറയുന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷേ അതൊക്കെ എന്താ പറയുക ഒരു ഭാഗ്യം പോലെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ അവരെക്കുറിച്ച് കുറേ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു നോക്കുക, നിനക്ക് വിധിയിലാണോ വിശ്വാസമുള്ളത്, അത് യാദൃശ്ചികമായിട്ട് നമുക്കുണ്ടാവുന്ന ഭാഗ്യത്തിലാണോ നീ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, നീ ഇതുവരെ മറ്റാരോടും പറഞ്ഞിട്ടില്ലാത്ത ആ ഒരു രഹസ്യം അല്ലെങ്കിൽ ഇതുവരെ ആരോടും പറയാത്ത ആ ഒരു കാര്യം എന്താണ് എന്നുള്ളത് ചോദിക്കുക. ഇത് അവർ പറയും എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നില്ല, എങ്കിലും സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇവിടെ അവർക്ക് നിങ്ങളുടെ അടുത്ത് കൂടുതൽ സേഫ് ആണ് എന്നൊരു തോന്നലുണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ ഇരിക്കും അല്ലെങ്കിൽ അവർ നമുക്ക് കുറേ കംഫർട്ടബിൾ ആണ്, ഒരുപാട് സേഫ് ആണെന്ന് തോന്നുമ്പോൾ നമ്മുടെ സ്നേഹം കൂടുകയാണ് ചെയ്യുക. അങ്ങനെ സ്നേഹം കൂടുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതേസമയം കമ്മ്യൂണിക്കേഷൻ കൂടുന്തോറും നമ്മുടെ സ്നേഹം കൂടിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവർ നിങ്ങളുടെ അടുത്ത് സേഫ് ആണെന്നൊരു തോന്നൽ ആ വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. മറ്റാരോടും പറയാത്ത, നിനക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. അത് കൂടുതൽ നിങ്ങളോട് സംസാരിക്കാനും അവരെക്കുറിച്ച് അവരുടെ വിഷമങ്ങളാണെങ്കിലും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു ആഗ്രഹവും അതേപോലെ തന്നെ മനസ്സും ഒക്കെ തോന്നിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലാത്ത ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ക്രേസിയസ്റ്റ് ആയിട്ടുള്ള തോട്ട് എന്താണെന്നുള്ളത് ചോദിക്കുക. ഇത്
ചിലപ്പോൾ കുറേ ആവേശകരമായ സംഭാഷണത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ളതാണ് അല്ലേ. അതായത് അവരുടെ മനസ്സിൽ അവർ ചിന്തിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതിൽ ഏറ്റവും ക്രേസിയസ്റ്റ് ആയിട്ടുള്ള തിങ്ക് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കാര്യമേ പറയാനുണ്ടാവുള്ളൂ, പക്ഷെ അതിൻ്റെ പുറകിൽ അവർക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടാവും എന്നുള്ളതാണ്. ഇതും നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി അധികമാക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പൊതുവെ പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിലരൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യുന്നവരും അത് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ മറ്റു ചിലരെന്ന് പറയുമ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ അപ്പോൾ അത് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സംഭാഷണം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പെൺകുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നല്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവരതിന് റിപ്ലൈ തരും. മീൻസ് അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് അവരെക്കുറിച്ച് ചോദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും നിങ്ങൾ ചോദിക്കാം. ഇപ്പം ഞാനൊരു 5 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളും ഇപ്പം നിങ്ങളുടെ സംഭാഷണത്തിൽ നിങ്ങൾ കൊണ്ടുപോയി അതല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് പെട്ടെന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പെട്ടെന്ന് റിപ്ലൈ തരാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നോർമലി അവരോട് ചോദിക്കുന്ന പോലെ നീ എന്താ ചെയ്യുന്നത്, ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും റിപ്ലൈ തരാനുള്ള ഒരു ഇഷ്ടമൊക്കെ കുറയല്ലേ ചെയ്യാം. അപ്പം അങ്ങനെ തന്നെ ചോദിക്കുന്നതിന് പകരമായിട്ട് അവരെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു കുറച്ചൊക്കെ ആവേശം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുന്നത് മാത്രമല്ല പെട്ടെന്ന് റിപ്ലൈ തരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിപ്ലൈ തന്നു കഴിഞ്ഞാൽ അടുത്ത എന്താണ് വരുന്നുണ്ടാവുക, ഇനിയിപ്പോൾ ഇങ്ങനത്തെ വല്ല ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നുണ്ടാവും, ഇങ്ങനെയുള്ള കുറേ ചിന്തകളുണ്ടാവും. പുതുമകൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല അല്ലെങ്കിൽ റിപ്ലൈ പെട്ടെന്ന് തരുന്നില്ല എന്നുള്ള ആ ഒരു പരാതി എന്തായാലും മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഉപകാരപ്പെട്ടിട്ടുണ്ടാവില്ല കേട്ടോ, കാരണം കുറച്ച് പേർക്ക് ആവശ്യമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. എങ്കിലും ഇത് ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കും. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പം ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് അവൾ തീരെ എനിക്ക് മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല, ഞാൻ കുറേ അങ്ങോട്ട് അയക്കുന്നുണ്ട് പക്ഷെ ആൾ അങ്ങനെയൊന്നും റിപ്ലൈ തരാറില്ല. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളിങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്